AWSന്റെ കോഡ് ഡിപ്ലോയ് എന്നൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കോഡ് ഡിപ്ലോയ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻസ് നമ്മളിപ്പോൾ കണ്ടത് EC2 ഇൻസ്റ്റൻസിലോട്ട് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാമെന്നുള്ള എക്സാമ്പിൾസാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നോക്കി മനസ്സിലാക്കാനുള്ളത് ക്ലൗഡ് വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കോഡ് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇവൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് മറ്റ് ഓപ്പറേഷൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലൗഡ് വാച്ച് നമുക്ക് ഈ ആമസോണിൻ്റെ കോഡ് ഡിപ്ലോയ് സർവീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സെക്ഷൻ. നമുക്ക് മാനുവലി വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കി മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കോഡ് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം തരത്തിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ക്ലൗഡ് വാച്ച് ഇവൻറ്റ്സുമായിട്ട് ഇൻറ്റഗ്രേഷൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള ഇൻറ്റഗ്രേഷൻസ് നമുക്ക് പോസിബിളായി കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമുക്ക് ലോട്ട് ഓഫ് പലതരത്തിലുള്ള ഓട്ടോമേഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടൈപ്പിൽ എങ്ങനെയൊക്കെയാണ് ഇൻറ്റഗ്രേഷൻസ് ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ക്ലൗഡ് വാച്ച് ഇവൻറ്റ്സ് ടു ഡിറ്റക്റ്റ് ആൻഡ് റിയാക്ട് ടു ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻസ്റ്റൻസ് ഓർ എ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഇവൻറ്റ്. അതായത് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസിലോട്ട് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ ഏതർ നമുക്ക് ആ സ്റ്റേറ്റ് ചേഞ്ച് ആവും, അല്ലെങ്കിൽ ആ ഡിപ്ലോയ്മെൻറ്റ് ഇവൻറ്റ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് റൂൾസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ റൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റൂൾസ് യു ക്രിയേറ്റ്, നമുക്ക് റൂൾസ് ബേസ് ചെയ്തിട്ട് പിന്നീട് നമുക്കൊരു ടാർഗറ്റ് ആക്ഷൻസ് നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടാർഗറ്റ് ആക്ഷൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നിൽ നമുക്കൊരു AWS ലാംഡ ഫംഗ്ഷൻ നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൈനസിസ് സ്ട്രീംസ് നമുക്ക് അതിലോട്ട് പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ SQS ക്യൂസോ അല്ലെങ്കിൽ മറ്റ് ടാർഗറ്റ്സോ അല്ലെങ്കിൽ SNS ടോപ്പിക്സിലോട്ട് നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഒരു ഡിപ്ലോയ്മെൻറ്റ് നടക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന സ്റ്റേറ്റ് ചേഞ്ചസ്, അപ്പം ഇൻസ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ അതുപോലത്തെ ഇവൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാവാം. അങ്ങനത്തെ ഉള്ള ഓപ്പറേഷൻസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഇവൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് ആക്ഷൻസിന് നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആവശ്യം അനുസരിച്ച്. അപ്പോൾ അത് എന്തെല്ലാമാണെന്നാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒരു ഡെവോപ്സ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതുപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ് കേസസ് ആണ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തെല്ലാമാണ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് യൂസ് എ ലാംഡ ഫംഗ്ഷൻ. ഒന്നാമത്തത്, ഒരു ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഒരു സ്ലാക്ക് ചാനലിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് എപ്പോഴെങ്കിലും ഒരു ഡിപ്ലോയ്മെൻറ്റ് ഫെയിൽ ആവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു ലാംഡ ഫംഗ്ഷൻ നമുക്ക് ഇൻവോക്ക് ചെയ്തിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും ഒരു സ്ലാക്ക് ചാനലിലോട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ക്ലൗഡ് വാച്ചിൽ നിന്നുകൊണ്ട് ആ സർവീസ് എടുത്തിട്ട് നമുക്കിവിടെ ഇവൻറ്റ്സിൻ്റെ അണ്ടറിൽ റൂൾസ് എടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്ലൗഡ് വാച്ച് ഇപ്പം ഇവൻറ്റ് ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ മുമ്പൊരു സെഷൻ ചെയ്തപ്പോഴും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ഇപ്പോൾ ഇവൻറ്റ് ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഗോ ടു ആമസോൺ ഇവൻറ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവൻറ്റ് ബ്രിഡ്ജ് എടുത്തിട്ട് വേണം നമുക്കവിടെ പുതിയ റൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ക്രിയേറ്റ് റൂൾ എന്ന് പറഞ്ഞ് ബട്ടൺ എടുക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു പേര് ആദ്യം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം കോഡ് ഡിപ്ലോയ് റൂളെന്നോ എന്തെങ്കിലും ഒരു പേര് നമുക്ക് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഡിഫോൾട്ട് തന്നെ. അപ്പോൾ ഈ റൂൾ ടൈപ്പിൽ നമ്മൾ മുമ്പും കണ്ടതാണ്, ഡിസ്കസ് ചെയ്തപ്പോൾ റൂൾ ടൈപ്പിൽ നമുക്ക് ഒന്നുകിൽ ഷെഡ്യൂൾ അനുസരിച്ച് ഒരു ടാർഗറ്റിനെ ഇൻവോക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ റൂൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറസ്പോണ്ടിങ് ഇവൻറ്റ് പാറ്റേൺ വരുമ്പോൾ അതനുസരിച്ച് ടാർഗറ്റിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പം ആ ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഈ പാറ്റേൺ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് ഇത് തന്നെ കിടന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സോഴ്സ് വന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മതി, AWS ഇവൻറ്റ്സ് ഓർ ഇവൻറ്റ് ബ്രിഡ്ജ് പാർട്ട്ണർ ഇവൻറ്റ്സ്. അപ്പോൾ AWSൽ നിന്നുണ്ടാകുന്ന ഇവൻറ്റ്സിനനുസരിച്ചിട്ട് ടാർഗറ്റ്സിനെ ഇൻവോക്ക് ചെയ്യാനാണ്. അപ്പോൾ ടാർഗറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഓൾറെഡി കണ്ട ആ പേജ് ക്ലോസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഈ കണ്ട ലാംഡ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കൈനസിസ് സ്ട്രീംസ് ഇതെല്ലാം ടാർഗറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ SNS ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള AWS ഇവൻറ്റ്സ് വരുമ്പോൾ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇവൻറ്റ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മതി. അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ട, ഇത് ഓപ്ഷണൽ, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് താഴെ വരിക. അതിൽ നമുക്ക് ആ ഡിറ്റക്റ്റ് ചെയ്യേണ്ട ഇവൻറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സോഴ്സ് AWS സർവീസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സർവീസ് എവിടെ നിന്നാണ് നമുക്ക് ഏത് സർവീസിൽ നിന്നുള്ള ആണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കേസിൽ കോഡ് ഡിപ്ലോയ് ആണല്ലോ. അപ്പോൾ കോഡ് ഡിപ്ലോയ് സെലക്ട് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ഇവൻ്റ് ടൈപ്പ് ഓൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് മാത്രം എടുക്കാം. നമുക്കിപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് എടുത്താലും മതി. സ്റ്റേറ്റ് ചേഞ്ചിൽ എനി ഡീറ്റെയിൽ ടൈപ്പ്, സ്പെസിഫിക് ഡീറ്റെയിൽ ടൈപ്പ് സ്പെസിഫിക് എടുക്കുക. അതിൽ നമുക്ക് കോഡ് ചേഞ്ച് ഡിപ്ലോയ്മെൻറ്റ് സമയത്ത് ഉണ്ടാകുന്ന സ്റ്റേറ്റ് ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മുടെ നീഡ് അനുസരിച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പം സ്റ്റേറ്റ് ചേഞ്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് സ്പെസിഫിക് സ്റ്റേറ്റ്സ് നമുക്ക് ഏതെങ്കിലും ഡിറ്റക്ട് ചെയ്യാം. ഇപ്പോൾ എനി സ്റ്റേറ്റ് കൊടുത്തിരുന്ന എന്ത് ചേഞ്ച് അവിടെ വന്നു കഴിഞ്ഞാലും അതൊരു ഇവൻ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതനുസരിച്ച് ടാർഗറ്റിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എനി സ്റ്റേറ്റ് കൊടുത്തിരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ സ്പെസിഫിക് സ്റ്റേറ്റ് ഇപ്പോൾ ഫെയിലിയർ ആകുമ്പോഴാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ സ്പെസിഫിക് സ്റ്റേറ്റ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇപ്പോൾ ഫെയിലിയർ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഡിറ്റക്ട് ചെയ്ത ഒരു ഇവൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ടാർഗറ്റ് നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് നീഡ് അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഫെയിലിയർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഏത് ആപ്ലിക്കേഷനാണ് എനി ആപ്ലിക്കേഷൻ നമ്മുടെ കോഡ് ഡിപ്ലോയിൽ എനി ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ. നമ്മൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അതെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ കണ്ടതാണ്. അപ്പം ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ഇവൻ്റാണ് ടിക്ക് ചെയ്യേണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. സ്പെസിഫിക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡെവലപ്മെൻറ്റ് മെഷീൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ഇനിയല്ല നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഏത് ടാർഗറ്റാണ് നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് യൂസ് കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് യൂസ് എ ലാംഡ ഫംഗ്ഷൻ ടു പാസ് എ നോട്ടിഫിക്കേഷൻ ടു സ്ലാക്ക് ചാനൽ. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് ഫെയിൽ ആവുന്ന സമയത്ത് ഒരു ലാംഡ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു യൂസ് കേസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലാംഡ ഫംഗ്ഷനാണ് വേണ്ടത്. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ടാർഗറ്റായിട്ടൊരു ലാംഡ ഫംഗ്ഷൻ എടുക്കുക. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ ലാംഡ ഫംഗ്ഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സെഷൻ്റെ ഒരു പർപ്പസ് എങ്ങനെയാണ് ഈ ഒരു റൂൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ അതനുസരിച്ചുള്ള ലാംഡ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒരു സ്ലാക്ക് ചാനലിലോട്ട് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവൻ്റ് ബ്രിഡ്ജിലാണ് ഇങ്ങനത്തെ റൂൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് ഇവൻറ്റ് വേണോ എന്നുള്ളത് പാറ്റേൺ അനുസരിച്ചോ ഷെഡ്യൂൾ അനുസരിച്ചോ ക്രിയേറ്റ് ചെയ്ത ശേഷം ഏത് ടൈപ്പ് ഇവൻ്റാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ ഈ ഒരു റൂൾസ് ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഇത്രയും ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു സെഷനിൽ നിന്ന് തരാൻ ഉദ്ദേശിച്ചത്. അപ്പം ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കത് പിന്നീട് നോക്കാം. നമുക്കത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ചെറിയ ലാംഡ ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക. നമുക്ക് ക്ലൗഡ് വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്കത് മോണിറ്റർ ചെയ്ത് അതനുസരിച്ചിട്ട് നമുക്ക് ഇവൻറ്റ്സ് വരുന്ന ഡിപ്ലോയ്മെൻറ്റ്സ് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ച് സ്പെസിഫിക് ടാർഗറ്റ്സിന് നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിപ്പം ഇവിടെ കണ്ട് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് യൂസ് കേസ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളായിട്ട് പുഷ് ഡേറ്റ അബൌട്ട് ഡിപ്ലോയ്മെൻറ്റ്സ് ഓർ ഇൻസ്റ്റൻസസ് ടു എ കൈനസിസ് സ്ട്രീം ടു സപ്പോർട്ട് കോംപ്രഹെൻസീവ് റിയൽ ടൈം സ്റ്റാറ്റസ് മോണിറ്ററിംഗ് എന്നാണ്. അതായത് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ്സ് അതിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റൻസസ് അതിൻ്റെ ഡേറ്റ ഒരു കൈനസിസ് സ്ട്രീമിലോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് സെയിം ഇവൻ ബ്രിഡ്ജ് എന്നതാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിൽ തന്നെ നമുക്ക് ചേഞ്ച് വരുത്താം. ടാർഗറ്റ് ടൈപ്പ് മാത്രമാണ് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഇവൻ സോഴ്സ് AWS സർവീസസിനെ കൊടുത്താൽ മതി. സർവീസ് കോഡ് ഡിപ്ലോയ് ഇവൻ്റെ ടൈപ്പ് നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇവിടെ. ഓക്കെ, എനി ഡീറ്റെയിൽ ടൈപ്പ് എനി ആപ്ലിക്കേഷൻ കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ചേഞ്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് എനി സ്റ്റേറ്റിന് അവിടെ വന്നിട്ട് സ്പെസിഫിക് സ്റ്റേറ്റ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കൊടുക്കാം, അല്ലെങ്കിൽ എനി സ്റ്റേറ്റ് കൊടുക്കാം. കാരണം നമ്മളിപ്പം കൈനസിസ് സ്ട്രീമിലോട്ട് പുഷ് ചെയ്യുന്നെങ്കിൽ എനി സ്റ്റേറ്റ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എനി ആപ്ലിക്കേഷൻ കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷനേ ഉള്ളൂ, അതും കൊടുത്ത് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നമുക്ക് അതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. ഞാനിപ്പം സ്റ്റേറ്റ് മാത്രം ഞാൻ എനി സ്റ്റേറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് അടിക്കാൻ വീണ്ടും നമുക്കിവിടെ ഇപ്പം ടാർഗറ്റ് ടൈപ്പ് മാത്രമാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. നമുക്ക് ടാർഗറ്റ് ടൈപ്പ് ലാംഡ ഫംഗ്ഷൻ അല്ല, അതിന് പകരം നമുക്കിപ്പം ഒരു കൈനസിസ് സ്ട്രീം നമ്മൾ സെലക്ട് ചെയ്യും. നമുക്കിപ്പം കൈനസിസ് സ്ട്രീംസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനസിസ് സ്ട്രീം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഡേറ്റാസ് നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു കൈനസിസ് സ്ട്രീം നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു സ്ട്രീം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ആ ഒരു ടാർഗറ്റിലോട്ട് സ്ട്രീമിലോട്ട് നമുക്ക് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഡേറ്റാസ് പുഷ് ചെയ്യാൻ സാധിക്കും കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇതാണ് സെക്കൻഡ് യൂസ് കേസായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് യൂസ് ക്ലൗഡ് വാച്ച് അലാം ആക്ഷൻസ് ടു ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ്, ടെർമിനേറ്റ്, റീബൂട്ട് ഓർ റിക്കവർ EC2 ഇൻസ്റ്റൻസസ് വെൻ എ ഡിപ്ലോയ്മെൻറ്റ് ഓർ ഇൻസ്റ്റൻസ് ഇവൻറ്റ് യു സ്പെസിഫൈ ഒക്കേഴ്സ്. ഓക്കെ,
അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു ക്ലൗഡ് വാച്ച് ആക്ഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യോ, ടെർമിനേറ്റ് ചെയ്യോ, റീബൂട്ട് ചെയ്യോ, റിക്കവർ ആമസോൺ EC2 ഇൻസ്റ്റൻസസ് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യിക്കാം എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവൻറ്റ് ബ്രിഡ്ജിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊന്ന് പ്രീവിയസ് സ്ക്രീനിൽ പോയിട്ട് നമുക്കിവിടെ സർവീസ് AWS CodeDeploy തന്നെയാണ്. നമുക്കിവിടെ സ്റ്റേറ്റ് ചേഞ്ച്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എനി ഡീറ്റെയിൽ ടൈപ്പ് CodeDeploy സ്റ്റേറ്റ് ചേഞ്ച്, നമുക്കവിടെ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ചേഞ്ച് മാറ്റിയിട്ട് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ചേഞ്ച് ആണ് ആക്കേണ്ടത്. കാരണം ആ ഒരു ഇൻസ്റ്റൻസ്, അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കണ്ടില്ലേ, ആ ഒരു EC2 ഇൻസ്റ്റൻസ് നമുക്ക് ഡിപ്ലോയ്മെൻറ്റിന് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്ന അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യുകയോ, ടെർമിനേറ്റ് ചെയ്യുകയോ, റീബൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ചേഞ്ച് മാറ്റിയിട്ട് നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് അത് നിങ്ങളുടെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ചേഞ്ച് അല്ല ഇവിടെ കൊടുക്കേണ്ടത്, ഡിറ്റക്ട് ചെയ്യേണ്ടത് നമുക്കിവിടെ ഇൻസ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് നോട്ടിഫിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ അത് മാറ്റിയിട്ട് എൻ സ്റ്റേറ്റ് മാറ്റിയിട്ട് നമുക്ക് സ്പെസിഫിക് സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ അത് പറഞ്ഞു കൊടുക്കാം. ആ ഒരു ഇൻസ്റ്റൻസ് ഫെയിൽ ആവുകയോ, സക്സസ് ആവുകയോ, റെഡി ആവുകയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഫെയിലർ തന്നെ ഇവിടെ കൊടുക്കാം. ഫെയിൽ ആവുമെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റൻസ് ടിക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇവൻറ്റ്. ബാക്കിയെല്ലാം നമുക്ക് സെയിം തന്നെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു. നമുക്കിവിടെ ടാർഗറ്റ് വന്നിട്ട് നമുക്കിവിടെ EC2 നോക്കട്ടെ, EC2 ആണ് നമുക്കിവിടെ വേണ്ടത്. കണ്ടില്ലേ, EC2 റീബൂട്ട് ഇൻസ്റ്റൻസ്, നമുക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഇൻസ്റ്റൻസ്, ടെർമിനേറ്റ് ഇൻസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ റീബൂട്ട് ആവും. നമുക്ക് ഒരു ഇൻസ്റ്റൻസിൻ്റെ ID നമുക്കിവിടെ കൊടുക്കണം. നമുക്കിവിടെ റണ്ണിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ID ഇവിടെ കൊടുക്കുക. അപ്പോൾ റീബൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റണ്ണിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസിൻ്റെ ID നമുക്കിവിടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസിനെ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്ന അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലൗഡ് വാച്ച് അലാം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയോ, ടെർമിനേറ്റ് ചെയ്യുകയോ, റീബൂട്ട് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഈ ഒരു ക്ലൗഡ് വാച്ചിൻ്റെ ആ ഒരു ഇവൻറ്റ് ബ്രിഡ്ജ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ റൂൾസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് പിന്നീട് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ എൻഡോട് കൂടി നമുക്ക് അങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിട്ട് ചെയ്ത് നോക്കാൻ സാധിക്കും.